നമസ്കാരം. എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് +2 തുല്യത പൊളിറ്റിക്കൽ സയൻസിന്റെ 2024 പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പർ വിശകലനം രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതും കൂടി കാണുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം, വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം തിരുത്തുവാൻ സാധ്യമല്ലാത്തതിനാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് കമന്റായി പിൻ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ക്ലാസ് കാണുന്നവർ നിർബന്ധമായും ഫസ്റ്റ് കമന്റ് കൂടി നോക്കുവാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചോദ്യപേപ്പർ നോക്കാം. 17 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുവാനാണ്. 4 സ്കോർ വീതമാണ്. 17ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവം വിവരിക്കുക. ഹരിത വിപ്ലവം വിവരിക്കുക. ഹരിത വിപ്ലവം വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. സോഷ്യോളജിയുടെ ചോദ്യപേപ്പറിലും ഹരിത വിപ്ലവത്തെ കുറിച്ചുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി പഠിക്കുക. സോഷ്യോളജി ചോദ്യപേപ്പറിൽ വിശദീകരിച്ചിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടി ഓർത്തെടുക്കാം. ഹരിത വിപ്ലവം എന്നത് 1960കളിൽ ഉണ്ടായ ഭക്ഷ്യ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി 1960കളിലും 70കളിലും ഗവൺമെന്റ് നടപ്പിലാക്കിയ കാർഷിക നവീകരണ പരിപാടിയാണ്. അപ്പോൾ ഭക്ഷ്യ പ്രതിസന്ധിയെ മറികടക്കുന്നതിനായി 60കളിലും 70കളിലും ഗവൺമെന്റ് നടപ്പിലാക്കിയ കാർഷിക നവീകരണ പരിപാടിയാണ്. കൃഷിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഉയർന്ന ഉൽപാദനശേഷിയുള്ള വിത്തുകൾ, രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവ സഹായ വിലയ്ക്ക് കർഷകർക്ക് നൽകുകയും കാർഷിക വായ്പകൾ അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ കൃഷിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി ഉയർന്ന ഉൽപാദനശേഷിയുള്ള സങ്കര വിത്തുകൾ, രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവ സഹായ വിലയ്ക്ക് കർഷകർക്ക് നൽകുകയും കാർഷിക വായ്പകൾ അനുവദിക്കുകയും ചെയ്തു. അതുപോലെ കർഷകർ കൃഷി ചെയ്തെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ നിശ്ചിത വിലയ്ക്ക് ഗവൺമെന്റ് വാങ്ങാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. അങ്ങനെ കർഷകർ കൃഷി ചെയ്തെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു നിശ്ചിത വിലയ്ക്ക് ഗവൺമെന്റ് തന്നെ വാങ്ങാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. അതുപോലെ ശാസ്ത്രീയമായ കൃഷി രീതികൾ, പുതിയ സാങ്കേതിക വിദ്യകൾ, ജലസേചന രീതികൾ, കൂടാതെ യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷി രീതികൾ എന്നിവ ഉപയോഗിച്ചാണ് ഇത് നടപ്പാക്കപ്പെട്ടത്. കാർഷിക സ്വയം പര്യാപ്തത, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കൽ തുടങ്ങിയവയായിരുന്നു ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണ്. ഹരിത വിപ്ലവത്തിന് ഗുണപരമായ വശങ്ങളും ദോഷകരമായ വശങ്ങളുമുണ്ട്. ഇതേക്കുറിച്ചൊരു വിശദമായ ക്ലാസ് ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. 18ാമത്തെ ചോദ്യം, 1967 തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം ലഘുവായി വിവരിക്കുക. 1967 തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം ലഘുവായി വിവരിക്കുക. ഭാഗം 1 പേജ് നമ്പർ 87 നോക്കുക. 1967 പൊതു തെരഞ്ഞെടുപ്പിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമാണുള്ളത്. ഒട്ടേറെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു തെരഞ്ഞെടുപ്പാണ് 67. ഈ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിലെ ഏകകക്ഷി മേധാവിത്വ സമ്പ്രദായത്തിൽ പ്രകടമായ മാറ്റത്തിന് തുടക്കം കുറിച്ചത്. അതുവരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് മേധാവിത്വം ശക്തമായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ച പല സംഭവ വികാസങ്ങളും ഇക്കാലത്തുണ്ടായി. അവയിൽ പ്രധാനപ്പെട്ടവ നോക്കാം. തുടർച്ചയായ 2 പ്രധാനമന്ത്രിമാരുടെ മരണവും നേതൃമാറ്റവും. ജവഹർലാൽ നെഹ്റുവിന്റെ മരണശേഷം 1964 ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. എന്നാൽ 1966 അദ്ദേഹം മരണപ്പെടുകയും അതേ തുടർന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി പദത്തിലെത്തുകയും ചെയ്തു. എന്നാൽ ഒരു വർഷം തികയുന്നതിന് മുൻപ് പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വന്നു. കൂടാതെ സാമ്പത്തിക പ്രതിസന്ധിയും മൺസൂണിന്റെ ലഭ്യതയിലുണ്ടായ കുറവും വരൾച്ചയും കാർഷികോൽപാദനത്തിലെ ഇടിവുമെല്ലാം രൂക്ഷമായ ഭക്ഷ്യക്ഷാമത്തിലേക്ക് രാജ്യത്തെ നയിച്ചു. വിദേശ കരുതൽ ധനശേഖരത്തിലെ ഇടിവ്, വ്യാവസായിക രംഗത്തെ മാന്ദ്യം, കൂടാതെ അയൽരാജ്യങ്ങളുമായുണ്ടായ യുദ്ധം മൂലം സൈനിക ചെലവിലുണ്ടായ വർധനവ് ആസൂത്രണ പ്രക്രിയയെയും സാമ്പത്തിക വളർച്ചയെയും ദോഷകരമായി തന്നെ ബാധിച്ചു. അതുപോലെ രാജ്യത്ത് ഹിന്ദു മുസ്ലിം സംഘർഷങ്ങളും പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. 19ാമത്തെ ചോദ്യം, ഘടനാപരമായ ശക്തി എന്ന നിലയിൽ അമേരിക്കൻ ആധിപത്യം എഴുതുക. ഘടനാപരമായ ശക്തി എന്ന നിലയിൽ അമേരിക്കൻ ആധിപത്യം എഴുതുക. ഭാഗം 2 പേജ് നമ്പർ 47 നോക്കുക. അമേരിക്കൻ ആധിപത്യത്തിന് മാരകശക്തി, ഘടനാപരമായ ശക്തി, മൃദുല ശക്തി എന്നീ 3 തലങ്ങളുണ്ട്. അപ്പോ അമേരിക്കൻ ആധിപത്യത്തിന് മാരകശക്തി, ഘടനാപരമായ ശക്തി, മൃദുല ശക്തി എന്ന് 3 തലങ്ങളാണുള്ളത്. ഘടനാപരമായ ശക്തിയെക്കുറിച്ചാണ് ചോദ്യത്തിലുള്ളത്. ഘടനാപരമായ ശക്തി നോക്കാം.
ഒരു തുറന്ന ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സൃഷ്ടിക്കും നിലനിൽപ്പിനും ആധിപത്യ ശക്തിയുടെ പിന്തുണ ആവശ്യമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒരു തുറന്ന ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സൃഷ്ടിക്കും നിലനിൽപ്പിനും ആധിപത്യ ശക്തിയുടെ പിന്തുണ ആവശ്യമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ലോക സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ ഇടങ്ങളിലും ഇന്ന് അമേരിക്കൻ സാന്നിധ്യം ശക്തമാണ്. അതുപോലെ ലോക സമ്പദ് വ്യവസ്ഥയിൽ അമേരിക്കൻ വിഹിതം 28%. ലോക വാണിജ്യത്തിന്റെ 15% കൈയടക്കി വെച്ചിരിക്കുന്നത് അമേരിക്കയാണ്. അപ്പോൾ ലോക സമ്പദ് വ്യവസ്ഥയിൽ അമേരിക്കൻ വിഹിതമെന്ന് പറയുന്നത് 28%. ലോക വാണിജ്യത്തിന്റെ 15% കൈയടക്കി വെച്ചിരിക്കുന്നതും അമേരിക്കയാണ്. ആഗോള പൊതുവസ്തുക്കൾ ലഭ്യമാക്കുന്നതിൽ അമേരിക്കയുടെ പങ്ക് വളരെ വലുതാണ്. ഇന്ന് ഏതൊരു സാമ്പത്തിക മേഖല എടുത്താലും ആദ്യം 3 വലിയ കമ്പനികളിൽ ഒരു അമേരിക്കൻ കമ്പനിയെങ്കിലും കാണാതിരിക്കില്ല. എല്ലാ രാജ്യങ്ങളിലും അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധാരാളം കമ്പനികളുണ്ട്. കൂടാതെ ലോകബാങ്ക്, IMF, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇവയെല്ലാം തന്നെ അമേരിക്കയുടെ ഘടനാപരമായ മേധാവിത്വത്തിന്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ലോകബാങ്ക്, IMF, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO ഇവയെല്ലാം തന്നെ അമേരിക്കയുടെ ഘടനാപരമായ മേധാവിത്വത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഇത്തരം അന്തർദേശീയ സംഘടനകളെ ഉപയോഗപ്പെടുത്തിയും സാമ്പത്തിക ക്രമത്തിൽ മാറ്റം വരുത്തിയും ഘടനാപരമായ ആധിപത്യം നിലനിർത്തുവാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. 20ാമത്തെ ചോദ്യം, സുസ്ഥിര ജനാധിപത്യം പാകിസ്ഥാനിൽ പരാജയപ്പെടുവാനുള്ള ഏതെങ്കിലും 4 കാരണങ്ങൾ വിവരിക്കുക. സുസ്ഥിര ജനാധിപത്യം പാകിസ്ഥാനിൽ പരാജയപ്പെടാനുള്ള ഏതെങ്കിലും 4 കാരണങ്ങൾ വിവരിക്കുക. ഭാഗം 2, പേജ് നമ്പർ 70 നോക്കുക. സ്വാതന്ത്ര്യാനന്തരം ജനാധിപത്യ ഭരണവും സൈനിക ഭരണവും മാറി മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് പാകിസ്ഥാനിൽ നിലനിൽക്കുന്നത്. അതിനാൽ സുസ്ഥിര ജനാധിപത്യം പാകിസ്ഥാനിൽ പരാജയപ്പെടുകയുണ്ടായി. അതിന്റെ കാരണങ്ങൾ നോക്കാം. പാകിസ്ഥാനിൽ സൈന്യത്തിനും മതമേധാവികൾക്കും യാഥാസ്ഥിതിക ഭൂവുടമ വർഗത്തിനുമുള്ള മേധാവിത്വം. പാകിസ്ഥാനിൽ സൈന്യത്തിനും മതമേധാവികൾക്കും യാഥാസ്ഥിതിക ഭൂവുടമ വർഗത്തിനുമുള്ള മേധാവിത്വം. ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന സൈനിക അനുകൂല മനോഭാവം. ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന സൈനിക അനുകൂല മനോഭാവം. രാഷ്ട്രീയ പാർട്ടികളും ജനാധിപത്യവും പാകിസ്ഥാന്റെ സുരക്ഷയ്ക്ക് ഹാനികരമാണ് എന്ന മനോഭാവം. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളും ജനാധിപത്യവും പാകിസ്ഥാന്റെ സുരക്ഷയ്ക്ക് ഹാനികരമാണ് എന്നുള്ള മനോഭാവം. പാകിസ്ഥാനിലെ ജനാധിപത്യ ഭരണത്തിന് അന്തർദേശീയ പിന്തുണ ലഭിക്കാത്ത സാഹചര്യം. പാകിസ്ഥാനിലെ ജനാധിപത്യ ഭരണക്രമത്തിന് അന്തർദേശീയ പിന്തുണ ലഭിക്കാത്ത സാഹചര്യം. സൈനിക ഭരണം പാശ്ചാത്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും ആഗോള ഇസ്ലാമിക ഭീകരവാദത്തെ തടയുമെന്നുമുള്ള വാദങ്ങൾ. അപ്പോൾ സൈനിക ഭരണം പാശ്ചാത്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും ആഗോള ഇസ്ലാമിക ഭീകരവാദത്തെ തടയുമെന്നുമുള്ള വാദങ്ങൾ. ഇതൊക്കെയാണ് പാകിസ്ഥാനിൽ സുസ്ഥിര ജനാധിപത്യം പരാജയപ്പെടുവാനുള്ള പ്രധാന കാരണങ്ങൾ. 21ാമത്തെ ചോദ്യം, ആഗോള രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും 4 പാരിസ്ഥിതിക ആശങ്കകൾ എഴുതുക. ആഗോള രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും 4 പാരിസ്ഥിതിക ആശങ്കകൾ എഴുതുക. ഭാഗം 2 പേജ് നമ്പർ 117, 118 നോക്കുക. ആഗോള രാഷ്ട്രീയത്തിന്റെ വ്യാപ്തി അതിവിപുലമാണ്. അതിനാൽ പൊതുവെ അതിന്റെ ഭാഗമല്ലെന്ന് തോന്നുന്ന പല മേഖലകളും അതിൽ ഉൾപ്പെടുന്നു. പരിസ്ഥിതിയും പ്രകൃതി വിഭവങ്ങളും നേരിൽ കാണുമ്പോൾ ആഗോള രാഷ്ട്രീയത്തിൽ പെടില്ലെന്ന് തോന്നിയാലും പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ആഗോളതലത്തിൽ സഹകരണവും ഏകോപനവും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതിയും പാരിസ്ഥിതിക സംരക്ഷണവും ആഗോള രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെ പറയാം. ആഗോള സമൂഹം നേരിടുന്ന പ്രധാന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാർഷിക പ്രതിസന്ധി, ശുദ്ധജലത്തിന്റെ ലഭ്യതക്കുറവ്, വനനശീകരണം, ഓസോൺ ശോഷണം, തീരദേശ മലിനീകരണം. അപ്പോൾ കാർഷിക പ്രതിസന്ധി, ശുദ്ധജലത്തിന്റെ ലഭ്യതക്കുറവ്, വനനശീകരണം, ഓസോൺ ശോഷണം, തീരദേശ മലിനീകരണം എന്നിവ ആഗോള സമൂഹം നേരിടുന്ന പ്രധാന പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. കാർഷിക പ്രതിസന്ധി നോക്കാം. ലോകത്ത് കൃഷിക്ക് ഉപയോഗിക്കാവുന്ന ഭൂമി വളരെ കുറവാണ്. നിലവിലുള്ള കൃഷിഭൂമിയുടെ നല്ലൊരു ഭാഗവും ഫലഭൂയിഷ്ഠത നഷ്ടപ്പെട്ട് ഉപയോഗിക്കാൻ അനുയോജ്യമല്ലാതായി. മത്സ്യസമ്പത്തും പുൽമേടുകളും ഗണ്യമായി കുറഞ്ഞിട്ടുമുണ്ട്. അമിത മലിനീകരണവും കൃഷിഭൂമിയുടെ ശോഷണവും ഭക്ഷ്യ ഉൽപാദനത്തെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നു എന്ന് പറയാം. അപ്പോൾ കാർഷിക പ്രതിസന്ധി നോക്കുകയാണെങ്കിൽ ലോകത്ത് കൃഷിക്ക് ഉപയോഗിക്കാവുന്ന ഭൂമി വളരെ കുറവാണ്. നിലവിലുള്ള കൃഷിഭൂമിയുടെ നല്ലൊരു ഭാഗവും ഫലഭൂയിഷ്ഠത നഷ്ടപ്പെട്ട് ഉപയോഗിക്കാൻ അനുയോജ്യമല്ലാതായി. മത്സ്യസമ്പത്തും പുൽമേടുകളും ഗണ്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. അമിതമായ മലിനീകരണവും കൃഷിഭൂമിയുടെ ശോഷണവും ഭക്ഷ്യ ഉൽപാദനത്തെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നു.
രണ്ടാമതായി ശുദ്ധജലത്തിന്റെ ലഭ്യതക്കുറവാണ്. ശുദ്ധജലത്തിന്റെ ലഭ്യതക്കുറവ് ലോകസമൂഹം നേരിടുന്ന വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ്. 2006 മാനവ വികസന റിപ്പോർട്ട് പ്രകാരം വികസ്വര രാജ്യങ്ങളിലെ 1.2 മില്യൺ പേർക്ക് ശുദ്ധജലവും 2.6 മില്യൺ ജനങ്ങൾക്ക് ശുചിത്വ സൗകര്യങ്ങളും ലഭ്യമല്ല. ഇതിന്റെ ഫലമായി ഏകദേശം 3 മില്യൺ കുട്ടികൾ മരണമടയുന്നതായി കണക്കാക്കുന്നു. അടുത്തത് വനനശീകരണം. വനങ്ങൾ കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. എന്നാൽ സ്വാഭാവിക വനങ്ങൾ നശിപ്പിക്കുന്നതിലൂടെ ജൈവ വൈവിധ്യം, ആവാസ വ്യവസ്ഥ എന്നിവയെ തകർക്കുകയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. അടുത്തത് ഓസോൺ ശോഷണം നോക്കുകയാണെങ്കിൽ, ഓസോൺ ശോഷണം ആധുനിക സമൂഹം നേരിടുന്ന പ്രധാന പ്രശ്നമാണ്. ഇത് പരിസ്ഥിതിയെയും മനുഷ്യാരോഗ്യത്തെയും ഗുരുതരമായി തന്നെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തീരദേശ മലിനീകരണം. ആഗോളതലത്തിൽ തീരദേശ മലിനീകരണം വർദ്ധിക്കുകയാണ്. ഉൾക്കടൽ ശുദ്ധമായിരുന്നാലും തീരപ്രദേശം ദിനംതോറും മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ അമിതമായ ഇടപെടലും തീരപ്രദേശത്തെ മനുഷ്യാധിവാസവും തീരപ്രദേശത്തെ ദോഷകരമായി തന്നെ ബാധിക്കുന്നു എന്ന് പറയാം. 22 മുതൽ 29 വരെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിന്നും പ്രധാനപ്പെട്ട എസ്സേകൾ ഉൾപ്പെടുത്തി മറ്റൊരു ക്ലാസ് ഉടൻ തന്നെ ചെയ്യുന്നതാണ്. എന്നാലും ആ ചോദ്യങ്ങളൊന്ന് നോക്കാം. 22ാമത്തെ ചോദ്യം, 1962 ചൈനീസ് ആക്രമണത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തുക. 1962 ചൈനീസ് ആക്രമണത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തുക. ഇത് ഭാഗം 1 പേജ് നമ്പർ 72 മുതൽ 74 വരെയുള്ള ഭാഗങ്ങൾ നോക്കുക. 23ാമത്തെ ചോദ്യം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും 2 രാഷ്ട്രീയ പ്രശ്നങ്ങൾ വിശദീകരിക്കുക. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും 2 രാഷ്ട്രീയ പ്രശ്നങ്ങൾ വിശദീകരിക്കുക. ഇത് ഭാഗം 1 പേജ് നമ്പർ 153 മുതൽ 159 വരെയുള്ള ഭാഗങ്ങൾ നോക്കുക. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും 2 സമകാലിക സംഭവ വികാസങ്ങൾ വിശകലനം ചെയ്യുക. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും 2 സമകാലിക സംഭവ വികാസങ്ങൾ വിശകലനം ചെയ്യുക. ഇത് ഭാഗം 1 ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമകാലിക സംഭവ വികാസങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്നുമാണ്. പേജ് നമ്പർ 167. അടുത്തത് 25ാമത്തെ ചോദ്യം, യൂറോപ്യൻ യൂണിയൻ അധികാരത്തിന്റെ ബദൽ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. വിവിധ മേഖലയിലുള്ള യൂറോപ്യൻ യൂണിയന്റെ സ്വാധീനങ്ങൾ വിലയിരുത്തുക. യൂറോപ്യൻ യൂണിയൻ അധികാരത്തിന്റെ ബദൽ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. വിവിധ മേഖലയിലുള്ള യൂറോപ്യൻ യൂണിയന്റെ സ്വാധീനങ്ങൾ വിലയിരുത്തുക. ഇത് ഭാഗം 2 യൂറോപ്യൻ യൂണിയൻ അധികാരത്തിന്റെ ബദൽ കേന്ദ്രങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. പേജ് നമ്പർ 55. 26ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ഘടകങ്ങൾ വിവരിക്കുക. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ഘടകങ്ങൾ വിവരിക്കുക. ഇത് ഭാഗം 2 പേജ് നമ്പർ 83 മുതൽ 85 വരെയുള്ള ഭാഗങ്ങൾ നോക്കുക. 27ാമത്തെ ചോദ്യം, വിഭജന പ്രക്രിയയെയും അതിൻ്റെ പ്രത്യാഘാതങ്ങളെ പറ്റിയും ഒരു ഉപന്യാസം തയ്യാറാക്കുക. വിഭജന പ്രക്രിയയെയും അതിൻ്റെ പ്രത്യാഘാതങ്ങളെ പറ്റിയും ഒരു ഉപന്യാസം തയ്യാറാക്കുക. ഇത് ഭാഗം 1 പേജ് നമ്പർ 12 മുതൽ 15 വരെയുള്ള ഭാഗങ്ങൾ നോക്കുക. 28ാമത്തെ ചോദ്യം, അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഇരുണ്ട കാലഘട്ടമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരാവസ്ഥയുടെ കാരണങ്ങൾ കണ്ടുപിടിക്കുക. അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഇരുണ്ട കാലഘട്ടമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരാവസ്ഥയുടെ കാരണങ്ങൾ കണ്ടുപിടിക്കുക. ഇത് ഭാഗം 1 പേജ് നമ്പർ 101 മുതലുള്ള ഭാഗങ്ങൾ നോക്കുക. 29ാമത്തെ ചോദ്യം, സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിന്റെ കാരണങ്ങൾ എഴുതുക. സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിന്റെ കാരണങ്ങൾ എഴുതുക. ഇത് ഭാഗം 2 പേജ് നമ്പർ 27 മുതലുള്ള ഭാഗങ്ങൾ നോക്കുക. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിന്റെ 1ാം ഭാഗം കണ്ടിട്ടില്ലാത്തവർ അതും കൂടി കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അതോടൊപ്പം ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.